ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് നമ്മൾ നോക്കുന്നത്. വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണെന്നും കണ്ടെത്തൽ. GST ഇനത്തിലും കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ കുറവ്. ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് കോടതിയുടെ കർശന നിർദ്ദേശം. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, ദേവസ്വം ബോർഡ് പെട്ടോ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ദേവസ്വം ബോർഡ് കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ കൃത്യമായി മറുപടി പറയണം എന്ന് കർശനമായി തന്നെ ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ ദേവസ്വം ബോർഡിനുണ്ടായി എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് ഒന്നിനും കണക്കുകളില്ല. കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളാണുള്ളത്. വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ഇതിന്റെ വേദി അടക്കമുള്ള കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. അവിടെ മുതൽ ഇതിന്റെ ക്രമക്കേട് തുടങ്ങിയെന്നാണ് പറയുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതി നിശിതമായിട്ടുള്ള ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതോടൊപ്പം ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കുകളില്ല. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചില്ല. അതും ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് വായ്പയായി അത് വാങ്ങിയെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ സ്പോൺസർമാരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് എന്നാണ് കോടതി വിലയിരുത്തിയത്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ദേവസ്വം ബോർഡ് കൃത്യമായി വിശദീകരിക്കണം എന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന്റെ GSTയുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട്. അതായത് ദേവസ്വം ബോർഡിന് 1.07 കോടി മാത്രമാണ് ഇൻപുട്ട് ക്രെഡിറ്റിന് അർഹതയുണ്ടായിരുന്നത്. പക്ഷേ റിട്ടേണിൽ 45.76 ലക്ഷം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. 61 ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. 2.80 ലക്ഷത്തിന്റെ കേബിളിംഗ് വർക്കുകളും ഈ ബില്ലിലുണ്ട്. എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ വീഴ്ചകൾ അക്കമിട്ടെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. അത് കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ പോയി എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് കൃത്യമായി വിശദീകരണം നൽകേണ്ടി വരും. ഡോക്ടർ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരിപാടിക്കെത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 കിടക്കകൾ കാണാനില്ല. ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത അഡ്വാൻസ് ആയിട്ട് നൽകിയ 2 കോടി രൂപ തിരിച്ചടച്ചില്ല. ക്രമക്കേടുകൾ പ്രഥമദൃഷ്ട്യാ ഗുരുതര സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. GST ഇനത്തിലും പ്രശ്നങ്ങൾ. റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷം. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1 കോടി രൂപയ്ക്കാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടേത്.